വോട്ട് പെട്ടിയിലേക്ക് സ്വാഗതം. വീണിതല്ലോ കിടക്കുന്നു ശോണിതവുമണിഞ്ഞയ്യോ ശിവശിവ. രക്തം പുരണ്ട് കിടക്കുന്ന ദുര്യോധനനെ നോക്കി അമ്മ ഗാന്ധാരി വിലപിക്കുന്ന മഹാഭാരതത്തിലെ രംഗമാണിത്. ഉണ്ണി മകനെ സുയോധന, നിന്റെ ഉംബർഗോനത്തൊരു വമ്പും പ്രതാപവും വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവുമണിഞ്ഞയ്യോ ശിവശിവ. മഹാഭാരതം ഉഴുതുമറിച്ച തൻ്റെ മകൻ ദുര്യോധനൻ്റെ ദയനീയ പതനം കണ്ട് വിലപിച്ചുപോയ മാതൃഹൃദയമാണ് ഗാന്ധാരിയുടേത്. അതുപോലെ 90കളിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഉഴുതുമറിച്ച് BJPക്ക് വളക്കൂറുണ്ടാക്കി രാമജന്മഭൂമി പ്രശ്നം കത്തിക്കുകയും അവരെ അധികാരത്തോടടുപ്പിക്കുകയും ചെയ്ത LK അദ്വാനി ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമേ അല്ല. പാവം അദ്വാനിയുടെ പേര് എവിടെയും പറഞ്ഞു കേൾക്കുന്നത് പോലുമില്ല. ബാബരി മസ്ജിദിൻ്റെ താഴികക്കുടങ്ങൾ തല്ലി തകർക്കാൻ മുന്നിൽ നിന്നെങ്കിലും പ്രധാനമന്ത്രി സ്ഥാനം മിതവാദി എന്ന പേര് വിളിക്കപ്പെട്ട വാജ്പേയി കൊണ്ടുപോയി. അദ്വാനിക്ക് തൽക്കാലം ആഭ്യന്തരമന്ത്രി സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പിന്നീട് പ്രസിഡന്റ് ആവുമെന്ന് പറഞ്ഞു കേട്ടു. ആ സമയത്ത് BJP തന്നെ പഴയ കാര്യങ്ങളും കുത്തിപ്പൊക്കി അവിടെയും തഴഞ്ഞു. കുത്തകയാക്കിയിരുന്ന ഗുജറാത്തിലെ ഗാന്ധിനഗർ മണ്ഡലം അഖിലേന്ത്യാ പ്രസിഡന്റ് അമിത് ഷാ തന്നെ സ്വന്തമാക്കി. ഇന്ന് MP പെൻഷനും വാങ്ങിക്കൊണ്ട് ജീവിക്കാനാണ് അദ്വാനിയുടെ വിധി. സീറ്റ് നിഷേധിക്കപ്പെട്ട മുരളി മനോഹർ ജോഷിക്കൊപ്പം വിരലും കടിച്ച് കാലം കഴിക്കാനും. വോട്ട് പെട്ടി വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.